ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും റമളാൻ മുബാറക്ക്. ഇന്നത്തെ റമളാൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ, 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീട്ടിലേക്ക് അനിയത്തി വട്ടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, നോമ്പ് കുറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. സ്നാക്സ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുതായിട്ടുള്ള ഉള്ളിവടയാണ് കേട്ടോ. എന്നുവെച്ചാൽ വലിയതല്ല, ചെറുതായിട്ട് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ 2-3 മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷാമിന് മത്തി ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ച് വെക്കുകയാണ്. പിന്നെ ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തലും അതൊക്കെ ഉണ്ടാക്കുന്ന വലുതായിട്ട് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. കുറച്ച് പത്തലും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ അനിയത്തിയും വട്ടത്തേക്ക് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ സ്നാക്സ് ഉണ്ടാക്കണില്ല, ഒരു ഐറ്റംസ് മാത്രമേ ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പം മത്തിയൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല കേട്ടോ മത്തി, ഷാമിനും ഉമ്മക്ക് ഇഷ്ടമാണ്. വേറെ ആരും അങ്ങനെ മത്തി കൂട്ടൂല. അങ്ങനെ ഉള്ളിയോടെയൊക്കെ ഞാൻ ചുട്ടെടുക്കുകയാണ്. പിന്നെ മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. മുട്ട പുഴുങ്ങിയിട്ട് പൊരിക്കണതാണ്. അപ്പോൾ അതൊക്കെ പൊരിച്ചും അങ്ങനെ നോമ്പ് പൊരിക്കുന്ന ടൈമായി. ഇവരൊക്കെ വന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും വലുതായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഉണ്ടാക്കിയത് സീതപ്പഴത്തിൻ്റെ ജ്യൂസും പിന്നെ ബത്തക്ക ജ്യൂസും ലൈമോ കേട്ടോ, ചെറുനാരങ്ങളും അതും കൂടി ഉണ്ടാക്കിയ സ്നാക്സൊക്കെ അവർക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി നോമ്പ് മുറിക്കാൻ ഏട്ടത്തിയും അവരുടെ മക്കളും ഭർത്താവൊക്കെ ഉണ്ട്, അനിയത്തിയും ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നോമ്പ് മുറിക്കുകയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ നോമ്പ് മുറിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ ബാക്കിയുള്ളത് അനിയത്തിൻ്റെ മോനിങ്ങനെ മുളക് ഉപ്പിട്ട് പരിക്കി തിന്നാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എടുത്തു. ഇവർക്ക് എങ്ങനത്തെ കേട്ടോ, മാങ്ങ ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ എല്ലാം ഇങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, അവനെങ്ങനെ ഉണ്ടാക്കിയാൽ എല്ലാവരും എടുത്ത് കഴിക്കും. അവനുണ്ടാക്കി കൊണ്ടുവരും കേട്ടോ ഇങ്ങനെ. പിന്നെ എല്ലാവരും ത്രാവിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തക്കാളി പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഉമ്മാര് സ്പെഷ്യൽ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഒന്നിച്ചുണ്ടാവും, വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും കൂടി കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങളൊക്കെ ഉമ്മാൻ്റെയും അല്ലെങ്കിൽ ഫാമിലിയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് നോമ്പൂറിയൊക്കെ ഉണ്ടായിനോ പോയിനോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മാൻ്റെ എല്ലാ മക്കളും ഒന്നിച്ചായിട്ടുണ്ടായത്. ഇപ്രാവശ്യം പിന്നെ ഒരനിയത്തി മുന്നേ നോമ്പ് കുറിച്ചിട്ട് പോയി. ഇപ്പോൾ രണ്ടാളൊന്ന് പിന്നെ കാസർഗോഡ് അനിയത്തി വരുന്നില്ല പറഞ്ഞു. ഇപ്രാവശ്യം നോമ്പ് പെരുന്നാളിൻ്റെ സമയത്ത് വരാമെന്ന് പറഞ്ഞു. ആദ്യം മക്കൾ വരണത്ര. പിന്നെ ഇവൻ സുഹാന് മന്തി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചോറാണ് ഇഷ്ടം, ചോറ് വയ്ക്കുകയാണ്. ഈ നോമ്പ് മുറി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നതായിരിക്കുന്നു. പുതിയൊരു ഡേറ്റ് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.